ശബരിമലയിലെ അരവണ പ്രസാദ നിർമ്മാണം ദേവസ്വം ബോർഡ് നേരിട്ടാണ് നടത്തി വരുന്നത്. ലേബേഴ്സിനെ ഏർപ്പെടുത്തി നേരിട്ട് തന്നെയാണ് നടത്തി വരുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഈ ടെൻഡറിലൂടെ ആണ് കരാർ നൽകി സപ്ലൈ ചെയ്യിക്കുന്നത്. തൻവർഷത്തെ കരാർ നൽകിയതിൽ അരവണ നിർമ്മാണത്തിന് ആവശ്യമായ ഉണക്കമുന്തിരി സപ്ലൈ ചെയ്യുന്നതിന് കരാറെടുത്തിട്ടുള്ള സ്ഥാപനം, അതുപോലെ തന്നെ കൽക്കണ്ടം കരാറെടുത്തിട്ടുള്ള സ്ഥാപനവും ആയത് യഥാസമയം ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ശബരിമലയിൽ എത്തിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. ശബരിമലയിലെ പ്രസാദ നിർമ്മാണം ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് മാത്രമാണ് നിർമ്മിച്ചു വരുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് പമ്പയിലും ശബരിമലയിലും പ്രത്യേകം ലാബുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലാബിൽ പരിശോധന നടത്തി ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രം പമ്പയിൽ നിന്ന് ശബരിമലയിലേക്ക് കയറ്റിവിടുകയും അതുപയോഗിച്ച് മാത്രം നിർമ്മാണം നടത്തി അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേകം ലാബ് ശബരിമലയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ആ മോയ്സ്ചർ കണ്ടന്റ് അതനുസരിച്ച് ക്രമപ്പെടുത്തി ആണ് പാക്ക് ചെയ്ത് ഭക്തർക്കായി വിതരണം നടത്തി വരുന്നത്. ഇത്രത്തോളം പരിശുദ്ധമായ രീതിയിൽ പ്രസാദ വിതരണം കേരളത്തിലെ മറ്റ് ഒരു ക്ഷേത്രത്തിലും നടക്കും എന്ന് കാണുന്നില്ല. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചാണ് ശബരിമലയിൽ ഈ സാധനങ്ങൾ നിർമ്മിച്ചു വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഇൻഗ്രീഡിയൻസ് കൊണ്ടുവരുന്നതിന് യഥാസമയം ഉണക്കമുന്തിരിയും കൽക്കണ്ടവും എത്തിക്കാതെ വീഴ്ച വരുത്തിയ സ്ഥാപനത്തിന് നേരെ നടപടിയെടുക്കുന്നതിന് ഉള്ള മാർഗങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ സാധനങ്ങൾ ശബരിമലയിൽ എത്തിച്ച് ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് മറ്റ് മാർഗങ്ങളുടെ എത്തിച്ച് പ്രൊഡക്ഷൻ ഇന്നലെ രാത്രിയോടെ തുടങ്ങിയിട്ടുണ്ട്. അതിന് ആവശ്യാനുസരണം സ്റ്റോക്ക് നേരത്തെ തന്നെ